വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് തന്നെയാണ് റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ കോട്ടേജുകളായിട്ടും ഉണ്ട്, അല്ലാതെ റൂമുകളായിട്ടും ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. എല്ലാത്തിനും സെപ്പറേറ്റ് ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് ഫേസ് ചെയ്തിരിക്കുന്നത് റിവറിലേക്കാണ്. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് റിവറും അതിന് ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു കാടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോട് ചേർന്ന് തന്നെ അല്ലാതെ തന്നെ ആയിട്ടുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 5-8 ഇതുപോലത്തെ കോട്ടേജുകളും വേറെ സെപ്പറേറ്റ് റൂമുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ ഓരോ സീസൺ അനുസരിച്ച് ഇതിന്റെ പ്രൈസും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവിടുന്ന് നേരെ നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂ കാണാനായിട്ട് പോവാണ്. ആ ഒരു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴയുടെ സൈഡിൽ കൂടെ, അല്ലെങ്കിൽ പുഴയിൽ ഇപ്പോൾ വളരെ വെള്ളം കുറവാട്ടോ, ഭയങ്കര ശക്തിയിലോ ഒഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. പുഴ നിറച്ചും ഫുള്ള് പാറകളായിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകണമെങ്കിൽ ഒന്നേ പുഴയുടെ സൈഡിൽ കൂടെ കയറി പോകാം, സൂക്ഷിച്ചാണെങ്കിൽ പാറക്കടയും കയറി പോകണം. അപ്പോൾ നമ്മുടെ ആ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിന്റെ ആ ഒരു ഫ്രണ്ട് സൈഡ് നമ്മൾ കാണുവാണെങ്കിൽ ഫുള്ള് ഒരു ഗ്രൗണ്ട് പോലെ ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ലുക്കിലിട്ടിട്ടുണ്ട്. രാത്രിയിൽ അവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം, പിന്നെ എന്തെങ്കിലും ചെറിയ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നടത്താം. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു ഏരിയ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന്റെ തൊട്ടപ്പുറയാണ് പുഴ, അതിന് ഓപ്പോസിറ്റ് കാടും ഉണ്ട് കേട്ടോ. രാവിലെയൊക്കെ ആ ചെയറിലേക്ക് വന്ന് ഇങ്ങനെ ഇരുന്ന ഒരു കട്ടൻ ചായ കുടിച്ചിട്ടിരിക്കാനായിട്ട് അടിപൊളി ഫീൽ ആയിരിക്കും. തൊട്ട് മുമ്പിൽ പുഴയും കാടും ഒക്കെ ആയിട്ട് ചെറിയ മഞ്ഞൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് കിട്ടും കേട്ടോ. അപ്പൊ എല്ലാം കൊണ്ടും ഈ ഒരു ഏരിയ നല്ലൊരു ഫീലാണ്. ഡാൻസ് കളിക്കാനും ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനും എല്ലാത്തിനുമുള്ള നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് തന്നെ നേരെ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് ആക്സസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റെപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ആക്സസ് കൊടുത്തേക്കുന്നത്. വെള്ളം ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ആക്സസ് അവർ തരൂല കേട്ടോ.